പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റേഷൻ കാർഡും ചാക്കൊക്കെ എടുത്ത് മാവേലി സ്റ്റോർ പോവാണ് കേട്ടോ. കരുളായി പൂക്കോട്ടുംപാടം റോഡിനുള്ള മാവേലിക്കാണ് നമ്മൾ പോകുന്നത്. അതാണ് ഇവിടെ തൊട്ടടുത്തുള്ളത്. മാവേലി സ്റ്റോർ പോയി വന്നതിന് ശേഷം റേഷൻ കടയിലും കൂടി പോവാനുണ്ട് കേട്ടോ. ഓണായതുകൊണ്ട് സബ്സിഡി ഒക്കെ എന്തൊക്കെ ഉണ്ടെന്നൊന്നും അറിയില്ല. ഏതായാലും പോയി നോക്കാം. ഞാനും അനിയത്തിയും കൂടിയാണേ പോകുന്നത്. ഇന്ന് വലിയ മഴയൊന്നുമില്ല, അപ്പൊ പിന്നെ സ്കൂട്ടിമ്മ തന്നെ പോവാണ് കേട്ടോ. മാവേലി സ്റ്റോർ പോയി വന്നിട്ട് വേണം റേഷൻ കടയിൽ പോവാനേ. പോകുന്ന വഴിന്ന് ഇപ്പാനെ കണ്ടതാണേ. ഇപ്പാനെ കണ്ടപ്പോ പിന്നെ ചെതുട്ടി ഇറങ്ങിങ്ങാണ്ട് ഇപ്പാന്റെ വണ്ടി കയറിട്ടോ. 10:45 ആയിട്ടുണ്ട് ഞങ്ങളെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ. പിന്നെ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇപ്പൊ നേരത്തെ വന്നതാണ്. അങ്ങനെ ഞങ്ങള് പോവാണ്ടത് കരുളായി ടൗൺ ആണ്. ഓണൊക്കെ അല്ലേ, സാധനങ്ങളൊക്കെ ഉണ്ടാവും എന്ന് കരുതി വലിയ പ്രതീക്ഷയിലാണ് പോകുന്നത്. ഇനി എന്തൊക്കെ ഉണ്ടാവും അവിടെ ചെന്നാലേ അറിയുള്ളൂ. പള്ളിപ്പടി ബൈപ്പാസ് തിരിഞ്ഞ് നേരെ പൂക്കോട്ടുംപാടം റോഡിന് കയറാണ് കേട്ടോ. ഞാൻ ആദ്യമൊക്കെ എപ്പോഴും മാവേലി വന്നിരുന്നു, ഇപ്പൊ പിന്നെ കുറെ ആയിട്ടുണ്ട് വന്നിട്ട്. അങ്ങനെ മാവേലിയിലെത്തി. വന്നപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച സാധനങ്ങളൊന്നും ഇല്ല, അതൊക്കെ തീർന്നു പോയിട്ടുണ്ട്. ഇനി ഒരാഴ്ച കഴിഞ്ഞാൽ വരുന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇല്ലത് കുറച്ചൊക്കെ മേടിച്ചു. ആദ്യമൊക്കെ നമ്മൾ മാവേലിയിൽ വന്നാൽ ബെല്ലടിച്ച് സാധനങ്ങൾ പറഞ്ഞ് പിന്നെ അവർ നമുക്ക് തൂക്കി തരലായിരുന്നു അല്ലേ. ഇപ്പൊ പിന്നെ അങ്ങനെയല്ല, നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ ചെല്ലുന്ന പോലെ തന്നെ ഓരോ നമുക്ക് വേണ്ടത് എടുക്കലാണ്. ഞാനും അനിയത്തിയും കൂടി 2 കാർഡും കൊണ്ടാണ് കേട്ടോ വന്നത്. അതുകൊണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടി. ചെറുപയറും കടല അങ്ങനത്തെ കടല ഐറ്റംസ് ഒന്നും ഇവിടെ അല്ല കേട്ടോ. നമുക്ക് കാര്യമായിട്ട് അതായിരുന്നു വേണ്ടത്. അരി അവിടെ തീർന്നു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കാർഡിനുള്ള അരി കേട്ടോ കിട്ടിയത്. ഇനി എല്ലാ സാധനങ്ങളും അടുത്ത ആഴ്ച വരും, അപ്പോൾ വരാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മാവേലിന്ന് സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ വീട്ടിലെത്തി. ഇനി മാവേലി സ്റ്റോറിന് നമ്മൾ വാങ്ങിയ സാധനങ്ങൾ നോക്കാട്ടോ. ഒരു പാലട പായസം മിക്സ് മേടിച്ചു കേട്ടോ. ഇതൊക്കെയാണ് നമ്മള് മേടിച്ചത്. മാവേലിന്ന് പോന്നപ്പോ ഞങ്ങള് ബട്ടൺ ഹൗസിലും കൂടി കേറിട്ടോ. രതുമോക്ക് ഉടുപ്പടിക്കാൻ വേണ്ടിട്ട് അലാസ്റ്റിക്കും തൂലൊക്കെ വാങ്ങാനുണ്ടേനി. ഞാൻ ചെറിയ രൂപത്തിലൊക്കെ തയ്ക്കൂട്ടോ. തയ്ച്ചത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. വീട്ടിൽ വന്നപ്പോ ഇന്നലെ എപ്പോ കൊടുന്ന് കുറച്ച് മസാലക്കടല ഉണ്ടായിട്ടോ, അതൊക്കെ തിന്നു. അങ്ങനെ ഉച്ചക്ക് ശേഷം 4 മണിയൊക്കെ ആയപ്പോ ഇതാക്കണ റേഷൻ കടയിൽ പോവാണ് കേട്ടോ. ഫോണിലൊക്കെ കണ്ടിരുന്നു 500 റുപ്യ എടുത്ത ഒരു കിറ്റ് കിട്ടും, 1000 രൂപക്ക് കിറ്റ് ഉണ്ട്, അങ്ങനെയൊക്കെ കണ്ടിരുന്നു കേട്ടോ. അവിടെ ചെന്നാലേ അറിയാനി അതൊക്കെ ഉണ്ടോന്നുള്ളത്. പുള്ളിയിലാണ് കേട്ടോ നമ്മളവിടെ അടുത്തുള്ള റേഷൻ കട ഉള്ളത്. അങ്ങനെ ഞാൻ റേഷൻ കടയിലെത്തി. വൈകുന്നേരം വലിയ മഴയൊന്നുമില്ല, ചെറിയ ചാറ്റൽ മഴ ഉള്ളൂ. അങ്ങനെ റേഷനൊക്കെ വാങ്ങി ഞാൻ വീട്ടിലെത്തിട്ടോ. റേഷൻ കടയ്ക്ക് ഞാൻ എന്ന് കുപ്പി കൊണ്ടുപോയിട്ടില്ലേ അന്ന് മണ്ണെണ്ണ ഉണ്ടാവും. എന്തെങ്കിലും കുപ്പി കൊണ്ടുപോയോ പിന്നെ അന്ന് മണ്ണെണ്ണ ഉണ്ടാവില്ല കേട്ടോ. ഇന്ന് ഞാൻ കുപ്പിയും കൊണ്ടുപോയി, അപ്പം ഇന്ന് മണ്ണെണ്ണ അല്ല. ഞമ്മത് നീലക്കാർഡാണ് കേട്ടോ. അപ്പം നീലക്കാർഡുമ്പോ 10 കിലോ സ്പെഷ്യൽ അരി ഉണ്ടായിനി. 5 കിലോ പച്ചരിയും 2 കിലോ ഗോതമ്പും 10 കിലോ ചാക്കരിയും 6 കിലോ മട്ടരിയാണ് കേട്ടോ നമുക്ക് കിട്ടിയത്. നിങ്ങളെന്തായി റേഷനൊക്കെ വാങ്ങിയോ? നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാനിപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഓക്കെ, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.